ഹലോ വെൽക്കം ബാക്ക് ടു നീഷ് മീഡിയ എന്റർടൈൻമെന്റ്. എല്ലാവർക്കും നീഷ് മീഡിയ എന്റർടൈൻമെന്റിലേക്ക് സ്വാഗതം. കരിക്കിന്റെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. ഒരു സീൻ കോമഡി വെച്ചിട്ട് സംഭവം കിട്ടില്ല സംഭവം വന്നത്. അപ്പൊ അതൊന്ന് റിയാക്ട് ചെയ്യാനായിട്ട് വന്ന അപ്പൊ നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം. അപ്പൊ ആ വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്യാം. ചേട്ടാ ആ ടൂൾ നിർത്തരുമോ? ഡോ ഇത് WWE ചാമ്പ്യൻഷിപ്പിന് പോയി കിട്ടിയ ബെൽറ്റ് അല്ല, എൻ്റെ നടുവ് മിന്നിട്ട് ഞാനിട്ടേക്കണ ബെൽറ്റാണ്. സോറി ഡാ ആ ടൂൾ നട്ടി. കാശ് അങ്ങാട് മേടിച്ചിട്ട് എന്നോട് പണിയണം. എന്നാ പറ്റിയതാ? ഒന്ന് തെന്നി വീണാ. എവിടെ ബാത്റൂമില്ല? ദേ ഈ കാർ പോർച്ചിൽ മഴ പെയ്ത് നനഞ്ഞു കിടക്കണായിരുന്നു. കാർ എടുക്കാൻ വന്നപ്പോൾ ഒറ്റ വീഴ്ച. ചേട്ടായി അല്ലാണ്ട് ആരെങ്കിലും ഈ തെന്നി കിടക്കണ പോർച്ചിലേക്ക് ചെരുപ്പിട്ടുകൊണ്ട് ഇറങ്ങുമോ? എടോ ഈ പോർച്ച് കിടക്കണ എൻ്റെ കാറാണ്, അല്ലാണ്ട് തോണിയല്ല. ഈ കാറിലേക്ക് കയറാൻ വരുമ്പോൾ ഞാൻ ചെരുപ്പം കടി പിടിച്ചോണ്ട് വന്നോ? അല്ല, ഞാൻ ഒരു ഫാക്ട് പറഞ്ഞുള്ളൂ. എടോ അതിനെ ആവർത്തിക്കാണ്ടിരിക്കാനാണ് തന്നെ ഇവിടെ പണിക്ക് നിർത്തിയേക്കണ്. ഈ വീട് പണിഞ്ഞ സമയത്ത് ഈ പരിപാടിയൊക്കെ മര്യാദയ്ക്ക് ചെയ്തിരുന്നെങ്കിൽ വല്ല വിഷയം ഉണ്ടായിരുന്നോ? ഇശിക്കല്ലേ? നിനക്ക് വല്ല പൈസ തരാനുണ്ടോ? ഞാൻ ഇല്ല. ചിലക്കാണ്ട് പണി കേട്ടാ. ഇതാരാ? ആ എൻ്റെ മോന. എന്നാ പരിപാടി? ഡാഡി ഒരു 100 രൂപ. പ്രത്യേകിച്ചൊന്നും ചെയ്യണല്ലേ? ഇല്ല പുള്ളി ഇന്റർവ്യൂസിനൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ ജോലി കിട്ടും. ഇപ്പം 100 രൂപ എന്തിനാ? പെട്രോൾ അടിക്കാൻ. നിന്റെ ബൈക്കിന്റെ ടാങ്ക് 100ന്റെ പെട്രോൾ കണ്ടിട്ട് കാലം അത്രയായി. നീ 50 അടിക്കാറുള്ളത്. ബാക്കി അല്ല സീറ്റ് അടിക്കാനാ? അല്ല, നാളത്തെ കൂടെ ചേർത്തടിക്കുക. എപ്പോഴും ചോദിച്ചാൽ ഡാഡിക്ക് ഒരു ചമ്മലാവില്ലേ? ഇത് മറ്റേ ലാലറ്റന്റെ പരിസ്ഥിതിയിലുള്ള സാധനമല്ലേ? അതെ പിന്നെ മഴ പെയ്യട്ടെ, വീടിന് യൂറോ കാർഡ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ ഏണി ചെരിഞ്ഞിരിക്കുക. താൻ അതിന്റെ പൊക്കത്തേറി ലാലട്ടം കളിക്കുക. തനിക്ക് ഇതേപോലെ ആവണോ? പണി കഴിഞ്ഞെങ്കിൽ ഇറങ്ങണോ? ഇപ്പൊ കൊള്ളാല്ലേ ഡാഡി? നല്ല ഐശ്വര്യമുണ്ട്. ഇതിങ്ങനെ പണിയാൻ ചേട്ടൻ ഒരു ദിവസം എത്ര രൂപ കിട്ടും? മറ്റുള്ള പണിക്കാരൊക്കെ ഭയങ്കര റേറ്റാ. കഴുത്തറുത്താൻ മേടിക്കണേ. ഞാൻ 2000 രൂപ മേടിക്കുള്ളൂ. 2000 രൂപയാ? എന്നാ ഞാനിവിടെ വരട്ടെ പണിക്കാൻ. അതിനിപ്പന്നാ ഈസി ഇൻസ്റ്റാളേഷൻ അല്ലേ? അത്ര എളുപ്പമാണെങ്കിൽ ആ പണിക്കാശൊന്ന് കുറച്ച് തന്നൂടെ? കുറയ്ക്കാലോ. ചേട്ടൻ തന്നെ ബാക്കി പണിയേണ്ടി വരും. പൈസ ഡാഡി മേടിക്കണ്ട, അയാൾക്ക് എന്താന്ന് വെച്ചാൽ കൊടുത്തു വിട്. എല്ലോ ലീക്കോ കാര്യങ്ങളൊക്കെ ഇനി വരുമല്ലോ, അപ്പൊ ഞാൻ ചെയ്തോളാം. നിനക്കതിന് പണി അറിയോടാ? ഈസി ആണെന്നല്ലേ പറഞ്ഞ, യൂട്യൂബിൽ നോക്കി പഠിക്കാമല്ലോ. ഇത് ലീക്ക് പ്രൂഫാ. എന്തെങ്കിലും ഒക്കെ പണി വരുമല്ലോ, അപ്പൊ ഞാൻ ചെയ്തോളാം. തന്നെ വിളിക്കത്തില്ല. യൂറോ കാർഡിനെ 10 വർഷം വാറണ്ടി ഉണ്ട്. ഇന്ന് അളിയണ്ട. വിട് താങ്ക് യു ഡാഡി. ബൈ. പറഞ്ഞ പോലെ വൈകുന്നേരം പണി തീർത്ത് വരുമോ? ഇത് പൊന്നേട്ടെ, ആ സൈഡും കൂടി തീരാനുള്ളൂ. ഇങ്ങനെ വന്നേ, ഒരു 4 ഓട് അവിടെ തള്ളിയിട്ടുണ്ട്. സജിയാണ് ഒരു ലൈഫ്. ഒരു പറ്റലൈം എടുത്തോ. എന്റെ പറ്റൊക്കെ ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. വിഷന്നപ്പോ പറ്റിപ്പോയതല്ലേ, ക്ഷമിക്ക്. നിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ? പുള്ളി ഒന്നും അടച്ചു തീർക്കാൻ പോകുന്നില്ല. അതല്ല, നിന്റെ വലിയുടെ കാര്യം പറഞ്ഞു കൊടുക്കട്ടെ എന്ന്. ഇപ്പോഴോർത്തെ പറഞ്ഞു ഇനി എടുത്തേ. ഇവിടെ ഇങ്ങനെ പേടിക്കാതെടോ. ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി. റൂട്ട് ഞാൻ ക്ലിയർ ചെയ്തോളാം. നിന്റെ ലൈഫ് എന്തല്ലേ അയാൾക്ക് കൊടുക്കുന്നത് എനിക്കറിയില്ലേ. എന്താ നിനക്ക് ഗോലി സോഡ് വെച്ചിട്ട് മുസംബി ജ്യൂസ് എടുക്കട്ടെ ഞാൻ? എന്തിനാ എന്റെ പറ്റു കൂട്ടാനാ? അതെന്റെ പറ്റിൽ എഴുതിക്കൊള്ളാം ഞാൻ. ഫോൺ ഷാജിക്ക് കൊടുത്തേ. ഷാജി എടോ, തന്നോട് പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കൊണ്ട് എപ്പോഴും ഇങ്ങനെ കണക്ക് പറയിപ്പിരുന്നു. എനിക്ക് പറയാൻ വയ്യാത്തോണ്ടല്ല, അറിയാൻ വയ്യാത്തോണ്ടാ. ഇത് ലാസ്റ്റാ, ഇനി ചോദിക്കരുത്. 5 വണ്ടി 50 വെച്ച് എത്ര? അല്ല 2. പിന്നെ ഡ്രൈവേഴ്സ് 25. ഞാൻ അയക്കുന്ന പിള്ളേർ അവർക്ക് 50. അറിയാലോ, 9:30 കഴിഞ്ഞാൽ ഡബിൾ ബാറ്റയാ. സാധനം കണാ കൊണാന്ന് പോലെ പറഞ്ഞോണ്ടല്ലോ. ശരി എന്നാ. ശരി. ഇതെന്താ ആദ്യമല്ല അങ്ങനെ കൊടുക്കുന്നത്? ഇയാളാര് ഗണപതിയാ? നീ ആരടാ? ഞാൻ ആരാണെന്ന് നിനക്ക് അറിയത്തില്ല. അറിയാത്തോണ്ടല്ലേ ചോദിച്ചത്. ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചാലോ? ചേട്ടൻ വന്നോണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഇല്ലെങ്കിൽ നീ എന്തോ ചെയ്യും? ഞാനെന്ത് ചെയ്യാനാ?
ഞാൻ ഈ വലിച്ച സിഗരറ്റിന്റെയും കളഞ്ഞ ജ്യൂസിന്റെ ഒക്കെ പൈസ കൊടുത്തിട്ട് നീ ഇവിടുന്ന് പോകും. ഇവിടെ എന്റെ പറ്റിന്റെ കാഴ്ച ഞാൻ കൊടുക്കുന്നില്ല. അപ്പോഴാ എന്റെ പോടോ. ഇയാൾക്ക് എന്താണ് വയ്യേ? I hate you. പോവാം പാപ്പി. പ്ലാനിങ് ആയിരുന്നല്ലേ? പറഞ്ഞുണ്ടോ? ഇല്ല, സ്റ്റേഷനിൽ ചെന്ന് കാണിക്കാം. ബലം പിടിക്കുന്നു. അയ്യോ സാറേ, എനിക്ക് പരാതിയൊന്നുമില്ല. നിങ്ങളെന്തിനാ എനിക്ക് വേണ്ടി അടി ഉണ്ടാക്കുന്നത്? ഇവനോടെല്ലാം വിടാൻ പറയടാ. വേഷം മാറി വന്ന് എന്നെ കൊണ്ടാക്കാന്ന് വിചാരിച്ചോളാം. പബ്ലിക് ന്യൂസൻസാ. വഴി കിടന്ന് പോക്കിത്തിനെ കാണിക്കുന്നു. കൊണ്ടുപോകാനേ. സാറേ, താങ്ക്സ് ഒന്നും വേണ്ട. എന്ത് താങ്ക്സ്? അവൻ്റെ തലയിൽ പൊളിച്ചാൽ നിന്നെ കൂടെ എടുത്തോണ്ട് പോകണ്ടോ? അയ്യോ സാറേ, വായിൽ തോട്ടാ ഞാൻ രക്ഷിച്ചേ. ഇവിടെ ഒന്നും നടന്നിട്ടില്ല, നീ ഒന്നും കണ്ടില്ല കേട്ടില്ല, മനസ്സിലായേ? ഞാൻ സൂക്ഷിച്ചോ, എൻ്റെ നമ്പരാ. എന്തെങ്കിലും ആവശ്യമുണ്ടോ വിളിക്കും. പോയോ? അയ്യോ, പേടിച്ചു പോയേട്ടാ. ഇല്ല, ഞാൻ കണക്ക് നോക്കായിരുന്നു. അവരെന്താ പറഞ്ഞേ? ജീവൻ രക്ഷിച്ചതിന് താങ്ക്സ് പറഞ്ഞേ. അതേ നമ്പറൊക്കെ തന്നെ ഇടയ്ക്ക് വിളിക്കാൻ. അതാരാന്ന് മനസ്സിലായോ നിനക്ക്? പോലീസുകാരല്ലേ? അതല്ല, നീ തലയിൽ പൊളിച്ചത് ആരുടെയാന്ന് മനസ്സിലായോന്ന്? അവനേതാ പടക്ക കച്ചവടക്കാരൻ? കയ്യിൽ ഗുണ്ടൊക്കെ ഉണ്ടല്ലോ. അവന്റെ വിചാരം എന്താ വലിയ ഗുണ്ടയാന്നാ? ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. അതെ, ഗുണ്ടയാ. പാപ്പി, തോട്ടപ്പാപ്പി. പണിയാൻ ആളെ അയക്കുന്നതിന് മുമ്പ് ആളും തരമൊക്കെ നോക്കണ്ടാ. ശേഖറേ, മോസ്റ്റ് വാണ്ടഡ് നോട്ടോറിയസ് ക്രിമിനൽ, ട്രെൻഡിങ് നമ്പർ 1. മാർക്കറ്റിൽ മീൻ കച്ചവടമായിട്ട് തുടങ്ങിയത്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് തോട്ടയെടുത്തെറിയും. അതാ അവൻ്റെ കരം. അതുകൊണ്ട് നാട്ടുകാർ വിളിക്കുന്ന പേരാണ് തോട്ടപ്പാപ്പി.
ശരിക്കും ഇവൻ ഒറ്റയ്ക്കല്ല, ഇവര് രണ്ടുപേരാണ്. മറ്റവൻ ബിബിൻ, പക്ഷേ വീരപ്പൻ ബ്ലേഡ് ബിബിൻ. ശരിക്കും ഒരു നൊട്ടോറിയസ് സൈക്കോ, തനി ഭ്രാന്തൻ. ഇവര് രണ്ടുപേരും ഒന്നിച്ച മഹാവിഷയമാണ്. പിന്നെ മാർക്കറ്റ് കംപ്ലീറ്റ് അവന്മാരുടെ കണ്ടുകൊള്ളാം. അതിന്റെ മറവിൽ കള്ളക്കടത്ത്, കൂലിത്തല്ല്, മീറ്റർ വലിച്ച, കുഴൽപ്പണം സകല ഉടായിപ്പോണ്ട്. അവന്മാരെ ചൊറിഞ്ഞിട്ടൊന്നുകൂടെ ജീവിക്കാൻ പറ്റില്ല. ഒരുത്തന്റെ കയ്യിൽ നിന്ന് മിസ്സായ എന്തായാലും മറ്റവന്റെ കയ്യിൽ ചെന്ന് പെടും. എടോ, തനിക്ക് പറഞ്ഞുകൂടായിരുന്നോ അത് ഗുണ്ടയാന്ന്? പിന്നെ അവനവിടെ നിൽക്കുമ്പോൾ ഞാൻ മൈക്കും കോളാമ്പി വെച്ച് അനൗൺസ് ചെയ്യാം, ഗുണ്ടയാണെന്ന്. ഇത്ര ബിൽഡപ്പ് ഉള്ള ഗുണ്ടയാന്ന് ഞാൻ അറിഞ്ഞില്ല. പിന്നെ പോലീസുകാരെ എടുത്തിട്ടിരിച്ചപ്പോ നീ എന്ത് വിചാരിച്ചു? അയാൾ പള്ളിയിലച്ചനാണെന്നോ? മുങ്ങിക്കോ. എങ്ങോട്ടെങ്കിലും മുങ്ങ്. പോലീസുകാരൊക്കെ കൂട്ടുകാരല്ലേ, വന്ന് രക്ഷിക്കാൻ പറ. എന്റെ കർത്താവേ, അയ്യോ. ബ്രോ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ എന്തേലും ഒന്ന് കുറയ്ക്ക്. എടാ, നീ ഞങ്ങളുടെ അതൊക്കെ പറ. അപ്പുറത്ത് പോലീസുകാരെ നിൽപ്പുണ്ട്. അടുത്ത ആഴ്ച ഞങ്ങൾക്ക് ടൂർണമെന്റ് ഉള്ള ഞങ്ങൾ എന്ത് ചെയ്യും? അതിപ്പോ ഞാൻ അറിഞ്ഞോണ്ടാണോ ഇവനല്ലേ നോക്കാതെ റോളോട്ട് എടുത്ത് ചാടിയത്? ഞാൻ ബോൾ നോക്കി തന്നെ എടുത്ത് ചാടിയത്. ബ്രോ ഞാൻ ഇത്രയും പറഞ്ഞില്ലേ, നിങ്ങൾ എന്തേലും ഒന്ന് കുറയ്ക്കും. കുറയ്ക്കാം. നിന്നോടുള്ള സംസാരം അങ്ങോട്ട് കുറയ്ക്കാം. ചുമ്മാ ഒന്നുമല്ലല്ലോ, നിന്റെ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ടല്ലേ. നേരത്തെ പറഞ്ഞ 1 ലക്ഷത്തിന് 1 രൂപ പോലും കുറയില്ല. ഒരു പ്ലേ സ്റ്റേഷനോ അതെന്തിനാ? ഒരു മാസം എനിക്ക് ഗ്രൗണ്ടിൽ നിന്ന് കളിക്കാൻ പറ്റത്തില്ല, വീട്ടിൽ നിന്ന് കളിക്കാൻ. അതൊന്നും നടക്കത്തോന്നു. നടക്കത്തില്ലല്ലേ സാറേ? സാറേ എന്താടാ നടത്തല്ലേ സാറേ? അതെ, അവൻ എണ്ണീറ്റ്. പാപ്പി എങ്ങനെ ഉണ്ടാ? തല അടിച്ചു പൊളിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നോ? ഓടോ സാറേ, ഇയാൾ ഏത് കേസിലെ പ്രതിയാ? എടാ നീ നിന്റെ കാര്യം നോക്കടാ. ഓക്കെ, അവനെ കണ്ടാ അറിയത്തില്ല, അവനൊക്കെ കള്ളനെ പിടിച്ചു പറിക്കാൻ. എന്റെ കയ്യിൽ വിലങ്കായി പോയി, അല്ലെങ്കിൽ ആ ബെഡിൽ നിന്നെ കടത്തിനെ കണ്ടാ പട്ടി. അടങ്ങടാ പാപ്പി. സർ, ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. കുത്തവനെ. സാറേ, എന്താ പറ്റിയതാണ് മോനെ? വീണതാ. അല്ല, വണ്ടി തട്ടിയൊന്ന് വീണേ സാറേ, ചെറിയൊരു ആക്സിഡന്റ്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഏത് വണ്ടിയാടാ തട്ടിയെ? ഇവന്റെ വണ്ടിയാ സാറേ. അത് പിന്നെ റോഡൊക്കെ അല്ലേ, അപകടമൊക്കെ പറ്റത്തില്ല സാറേ. എന്തോ നിന്റെ വണ്ടിയുടെ നമ്പർ എന്ന് പറഞ്ഞേ? അയ്യോ സാറേ, ഞങ്ങൾ പറഞ്ഞ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, എല്ലാം കോംപ്രമൈസ് ആയി. നമ്പർ പറയടാ. KL 01 BD 3031. സർ, ആ പേഷ്യന്റ് യൂറിൻ ടെസ്റ്റ് ചെയ്യണം. ഇവന് ബോധം വന്നില്ലേ, പിന്നെ എന്നാ ടെസ്റ്റ്? തലയ്ക്കല്ലേ അടി കിട്ടിയത്, ഇപ്പോഴും ഒബ്സർവേഷനിലാണ്. ഇനി വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ്. ഇതൊക്കെ അത്യാവശ്യമുള്ള കാര്യമാണ്. അത്യാവശ്യം. താനെന്താ എന്നെ കല്യാണം കഴിച്ചേക്കുന്നു? അഴിച്ചു വിടറോ, ഞാൻ മുങ്ങാനൊന്നും പോകുന്നില്ല. അതിപ്പോൾ നീ മുങ്ങാൻ നോക്കിയാലും ഈ കോമ്പൗണ്ട് വിട്ട് നിനക്ക് പുറത്ത് പോകാൻ പറ്റത്തില്ല. ഞാൻ മാത്രമല്ല, ചുറ്റും പോലീസായി ഹോസ്പിറ്റലിൽ. ആ പാപ്പേ, ബ്ലേഡാ, ഹോസ്പിറ്റൽ മൊത്തം പോലീസാണല്ലോ. അറിയാം. നീ ആരെയാ പൊക്കിയേ? അവളുടെ അച്ഛനും അമ്മയോ കൊച്ചിനെ? അല്ലല്ല, ആ നേഴ്സിന്റെ കെട്ടിയവനെ പാവം പിടിച്ചവൻ ഉച്ചക്ക് ചോറും കൊണ്ടുവന്നതാ. അവിടെ അപ്പുണ്ണി അവനെ സ്കെച്ച് ചെയ്തില്ലേ, ഞങ്ങൾ അവനക്ക് പൊക്കി. എന്തായി, ഫോണൊക്കെ കിട്ടിയില്ലേ? എടാ മണ്ട, അവക്ക് ഒരേ എൻ്റെ അടുത്തിരിക്കുന്ന പോലീസുകാരൻ്റെ ഭാര്യയും കൊച്ചിനെ പൊക്കിയിരുന്ന് ഞാനിപ്പോൾ രക്ഷപ്പെടത്തില്ലായിരുന്നു. ഓ പാപ്പി, സോറി പാപ്പി, ഗുഡ് ഐഡിയ. ഞങ്ങൾ ഇപ്പം തന്നെ നോക്കാം. വേണ്ട അത് ഇച്ചിരി ഓവറാ. പോലീസുകാരെല്ലാം വാ തുറന്നിരിക്കുക. നീ എന്തായാലും വായി പോയിപ്പെടും. അല്ല, ഇനിയിപ്പോൾ നമ്മൾ എന്തോ ചെയ്യും? ഒന്നും ചെയ്യാനില്ല. അതല്ല, ചെയ്യാനുണ്ട്, പറയുന്നേക്ക്. എന്നെ എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യും. ആ സമയത്ത് വഴി വെച്ച് നീ ബ്ലോക്ക് ചെയ്യണം. ഓ ശരി. അണ്ണാ, ഏതോ തൻ്റെ തലയടിച്ച് പൊളിച്ചപ്പോൾ നാട്ടിൽ മൊത്തം പാട്ടാണല്ലോ. ആ അവനെ വെറുതെ വിടരുത്. ആദ്യം അവനെ പോയി പൊക്ക്. എന്റെ തലേ 4 സ്റ്റിച്ച്, അവന്റെ തലേ 400 സ്റ്റിച്ച്. ഇപ്പൊ നമ്മളോടുള്ള പേടി പോയിക്കൊണ്ടിരിക്കും. കാര്യം ഞാൻ ഏറ്റ്. അല്ല, നിന്നെ എപ്പോഴാണ് ഷിഫ്റ്റ് ചെയ്യണത്? റോഡ് ബ്ലോക്ക് ചെയ്യണ്ടേ? നേഴ്സ് എന്തായാലും ഇപ്പൊ എന്റെ കയ്യിലില്ലേ, ഞാൻ ഒബ്സർവേഷനില്ല. ഷിഫ്റ്റ് ആകുമ്പോഴത്തേക്ക് ഞാൻ സിഗ്നൽ പോരെ.
ആ ശരി. അതുമൂലമുണ്ടാകുന്ന പ്രതികാരം, ടെൻഷൻ, ഇതൊക്കെ കൃത്യമായ ബ്രീത്തിങ് എക്സസൈസിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഓൺലൈനിൽ കൂടെ ആണെങ്കിലും പറഞ്ഞു തരുന്ന പോലെ പരിശീലിക്കാൻ ശ്രമിക്കൂ. പറ്റിക്കാൻ ശ്രമിക്കാതിരിക്കും സുനിൽ. ടേക്ക് എ ഡീപ് ബ്രെത്ത്. സമാധാനത്തിൽ ചെയ്യൂ. ഇൻഹൈൽ എന്ന് വെച്ച് മാറ്റിലെ പൊടിയൊന്നും വലിച്ച് കേട്ടല്ലേ. കഴിയാറായ ഇപ്പൊ തീരം. പതുക്കെ ചെയ്യൂ. എന്തിനല്ലാത്ത വലിച്ചു വാരി കേട്ടുന്നത്? എടാ നിനക്ക് എന്താണ് ഒരു ടെൻഷൻ ഇല്ലാത്ത? തലല്ലേ പൊളിച്ചു നീ കിട്ടാൻ പോണം നിന്റെ തലക്ക്. പിന്നെ ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കണേ? സുനിൽ, ബ്രീത്തും കൂടി ചെയ്യാൻ ശ്രമിക്കൂ. നന്നായി ബ്രീത്ത് ചെയ്യുമ്പോൾ തന്നെ റൺഔട്ട് ആകും. നന്നായി ബ്രീത്ത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് കൺട്രോൾ ആകും. ടേക്ക് എ ഡീപ് ബ്രെത്ത്. ഡീപ് ബ്രെത്ത്. നീ പറഞ്ഞ പുളുവൊക്കെ ഉള്ളതാണോടാ? വളരെ എത്ര നേരം പറഞ്ഞോണ്ടിരുന്ന പുളുവാണെന്നാണോ കരുതിയെ? സുനിൽ, ഇവിടെ തന്നെ അല്ലേ ശ്രദ്ധിക്കുന്നത്? ഒരു മിനിറ്റ്. മൈൻഡ് മൊത്തം കട്ടായ സ്ഥിതിക്ക് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. പിന്നെ ഒരു കാര്യം, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം സൂര്യൻ നമസ്കാരം കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് രാത്രി ഗെയിം കളിച്ചിരുന്ന് ഉറക്കം കളയാതെ മോർണിംഗ് സെഷൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കൂ. ഓക്കെ? താങ്ക് യു ജി. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യണം. നമോ ബൈ. പുല്ല്. നീ പറ, ചായക്കടയിൽ വെച്ച് എന്തുകൊണ്ടായിട്ട് നിനക്ക് ഒരു കീറി കൊണ്ടുണ്ടെന്ന് മനസ്സിലായി. ബാക്കി എന്തോട്ടാ തമിഴ് പടോ? നിനക്ക് സംശയം ഉണ്ടായ ചായക്കടയിൽ സഹിച്ചോട് വിളിച്ചു ചോദിക്കും. എന്നാ ചോദിക്കണം ആറി. എന്തായാലും കുറച്ച് നേരം ചായ കുടിക്കാൻ പോണം. അപ്പൊ ചോദിക്കാം. ഞാനൊന്നും വരത്തില്ല, നീ പോയാൽ മതി. നീ എന്താണ് നാട് വിടാൻ പോണാ? നാട് വിടാൻ പോവാ. അതിനെ ഈ പാക്ക് ചെയ്തത് എന്റെ ബാഗല്ലേ? ഇത് കൊണ്ട് നീ അങ്ങോട്ട് പോണ്? ഞാനല്ല, നമ്മൾ ഇന്നാളെ ഒരു ഗോവ ട്രിപ്പ് പ്ലാൻ ചെയ്തില്ലേ? 6ാം ക്ലാസ്സിൽ വെച്ചാ? നമ്മളിപ്പോ പോകുന്നത്. നിനക്കെന്താടാ പ്രാന്ത? എടാ ഒന്ന് മാറി നിൽക്കുന്നതല്ല, നിനക്കൊരു എന്റർടൈൻമെന്റ് ആവും, എനിക്കൊരു ആശ്വാസമാവും. നീ ഇപ്പൊ എവിടെയാ? എന്റെ ഫ്ലാറ്റിലല്ലേ? ഇവിടുത്തെ സെക്യൂരിറ്റി സൂപ്പറാ. നിന്നെ അന്വേഷിച്ച ആരും ഇവിടെ വരില്ല. എന്നെ പോലെ അന്വേഷിച്ച് ഇവിടെ ആരും വന്നില്ല. പിന്നെയാണോ? എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി നീ. സൈതേട്ടാ എങ്ങനെ ഇവിടെ? ഓക്കെ അല്ലേ? ഇവിടെ എല്ലാം ഓക്കെ. നീ സേഫ് ആണല്ലോ അല്ലേ? എന്താ? അല്ല, പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചായിരുന്നു. എന്തിന്? എന്റെ കടയുടെ മുമ്പിൽ വെച്ചാണല്ലോ നീ പുള്ളിയുടെ തല തല്ലി പൊളിച്ചത്. അപ്പോ ഒന്ന് അവിടം വരെ ചെല്ലാൻ പറഞ്ഞു. എന്നോടല്ല നിന്നോട്. അല്ല, നിന്നെയും കൊണ്ട് എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ പോലീസുകാർ ഇങ്ങോട്ട് വരുമോ ഞാൻ അങ്ങോട്ട് വരണോ? വേണ്ട വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. അതാ സേഫ്. നീ ഇപ്പൊ എവിടെ ഉള്ളേ? ഞാനിവിടെ കരിമക്കാട് ഡാവിഞ്ചി അപ്പാർട്ട്മെന്റ്സ് ചേട്ടാ. ഫ്ലാറ്റ് നമ്പർ 501. പെട്ടെന്ന് വരണേ. വരുമ്പോ 2 മുട്ട പപ്സും കൂടി എടുക്കോ? കൊണ്ടുവരാം. നീ അവിടെ തന്നെ ഉണ്ടാവണേ. ഓക്കെ അല്ലേ? ഇത് നീ പോലീസിനോടോ അവന്മാരോടോ വിളിച്ച് പറഞ്ഞാൽ നിന്റെ ഈ 5 പേരില് ഞാനിങ്ങ എടുക്കും. വേണ്ട, നിങ്ങൾക്ക് വേറെ പോലീസോടെ എടുക്കട്ടെ. വേണ്ട, അപ്പുണ്ണി അവന്റെ ഫോണിങ് എടുത്തു. നമ്മുടെ പാപ്പിന്റെ വണ്ടി എടുത്താലോ? എന്തിനാ? നമ്മളിപ്പോ തിരിച്ചു വരത്തില്ലേ? വേണ്ട, വാ. ഉണ്ടച്ചേട്ടാ ഓറഞ്ച്. എടാ നിന്റെ വണ്ടി എന്തായാലും പോയി അവനെ തട്ടി. വണ്ടിക്കാണെങ്കിൽ ഇൻഷുറൻസും ഇല്ല, ചെറുക്കനാണെങ്കിൽ മൈനറും. അവന്റെ വീട്ടുകാർ കേസും കോടതിയായിട്ട് പോയി കഴിഞ്ഞാൽ നീ പെട്ട്. ചേട്ടന് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയൂ. 9:30 തുടങ്ങും, 11:30 ഇന്റർവെല്, 1:30 ലഞ്ച് ബ്രേക്ക്, 3:30 തീര്. നമ്മുടെ ഒരേ ലൈഫ് സ്റ്റൈല. എടാ നീ എന്തേലും മേടിച്ചു കൊടുത്ത് ഈ ചെറുക്കനെ ഒന്ന് ഹാപ്പി ആക്കാൻ നോക്കും. അവൻ ഏതാണ്ട് കിടുതാപ്പ് പറഞ്ഞില്ല, പ്ലേ സ്റ്റേഷൻ. അത് മേടിച്ചു. അത് കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ പ്രശ്നം തീർന്നില്ലേ? ഒരു പ്രശ്നമില്ല. പിന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. പ്രശ്നമുണ്ട് സാറേ. എടാ ഇവൻ നിന്റെ ആരാ? ഞങ്ങളുടെ കണ്ടത്ത് കളിക്കാൻ വേണ്ടി. എന്നിട്ടാണോ നീ ഇവിടെ കിടന്ന് കണവണ പറയുന്നേ? നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ തന്നെ എൻ്റെ വീട്ടിൽ പോ. അച്ഛനെ അമ്മയെ ആരെയാന്ന് വെച്ചാൽ വിളിച്ചോണ്ട് പോവാ. നീ ഒരു മണിക്കൂർ വരണം, എനിക്ക് ഇവനെ കൊണ്ട് പോകണേ. ഞാൻ ഇവന്റെ വീട്ടിൽ പോയി വിളിച്ചു കഴിഞ്ഞാൽ ഇവന്റെ അച്ഛനും അമ്മ എന്റെ കൈയും കാലം തല്ലി വിളിച്ച് ഇവിടെ കിടക്കും. ഞാൻ ഇവനെ പഠിപ്പിക്കുന്ന അവർ പറയുന്നത്. എടാ ഞാൻ ഇവിടെ ഉള്ള സമയത്താണ് അവർ വരുന്നെങ്കിൽ ഞാൻ ഈ പ്രശ്നം പറഞ്ഞ് സോൾവ് ചെയ്യും. അത് മതി സാർ. സാറുള്ളപ്പോ തന്നെ ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കുന്നുണ്ട് അല്ലേ? സാർ അവനോട് കൊടുക്കും. എടാ നീ അകത്താവും. വേണ്ട, പോന്നു. സർ യൂറിൻ ടെസ്റ്റ് ചെയ്യണം. എന്റെയോ? അല്ല പേഷ്യന്റിന്റെ.
അവൻ്റെ കുറച്ച് മുമ്പേ അല്ലേ നിങ്ങൾ കോരിക്കൊണ്ട് പോയത്? ആ ടെസ്റ്റ് ഫ്ലോപ്പായി. യൂറിൻ കണ്ടാമിനേറ്റഡ് ആയിപ്പോയി. സിസ്റ്റർ കുഴപ്പമില്ല, അവനിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കൊണ്ടുപോകും. അയ്യോ, ടെസ്റ്റ് ചെയ്യാതെ കൊണ്ടുപോകാൻ പറ്റില്ല. തലക്കല്ലേ അടി കിട്ടിയേക്കുന്നേ. ഇനി നിങ്ങൾ കൊണ്ടുപോകുന്ന വഴിക്ക് പേഷ്യൻ്റ് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കും ഡോക്ടറിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. അത് പോലീസ് ഏറ്റെടുക്കണം. ഓരോരോ തൊല്ലകൾ കയറി വരുന്ന വഴിയേ. പുണ്ണി ആണോ? 501 ഞാൻ പോയിട്ട് വരാം. അണ്ണാ ചുമ്മാ കയറി ചെന്ന് കൊടുക്കാൻ പറ്റുമോ? ചായക്കട ഒന്നുമില്ല, ഫ്ലാറ്റാണ്. CCTV സെക്യൂരിറ്റി ഒക്കെ കാണും. സെക്യൂരിറ്റി ഞാൻ ഡീൽ ചെയ്തോളാം. CCTV നീ എന്താ വെച്ചാ ചെയ്. അണ്ണാ CCTV ഞാൻ ചെയ്യാൻ? എടാ ഇതൊരു ഫ്ലാറ്റ് അല്ലേ, ഇതിന്റെ മെയിൻ സ്വിച്ച് കണ്ടുപിടിച്ച് എന്റെ ഫ്യൂസ് എല്ലാം ഊരിയേക്ക്. കറണ്ട് ഇല്ലാതെ എന്ത് CCTV? സില്ലി മാറ്റർ. മാത്രമായി കാട്ടിലൊരു കാട്ടാളനായി നീ മാറിയാൽ വീട്ടിലെ കുട്ടിയായി ആരു വേണ്ടു? എന്തിനു വേണ്ടി ഈ പാഴ്ജന്മം? നിനക്കെന്തിനാണ് ഇങ്ങനൊരു പാഴ്ജന്മം? അകലേക്കു ഒരു സാധനം തരാൻ വന്ന. എടാ നീ വല്ല ഓർഡർ ചെയ്തായിരുന്നോ? ആരോട് പറ, ഇനി തന്നേരം. ഞാനടാ പാപ്പിയുടെ തലയിടിച്ച് പൊട്ടിച്ച്. അല്ല തലക്കടിച്ചത്. നീലടാ അംബ്രോസ്? അല്ല പിന്നെ ആദ്യം പറഞ്ഞാ പോരായിരുന്നു. മതിയായിരുന്നു. ഹലോ അപ്പൊ SI പിടിച്ചെന്ന് പറഞ്ഞാലും പണിയെടുത്ത മൊത്തം നമ്മളാ. വടിയാക്കുന്നോടാ. എടാ അവനാണ് പറഞ്ഞ നീയാണ് അംബ്രോസ്. ഇത് വലിയ ചടങ്ങായല്ല. അറിയാതെ പറ്റിപ്പോയതാ. വേണേ എന്റെ തലക്കടിച്ചോ പയ്യെ. നീ അത്ര അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ പോലീസിനെ വിളിച്ചിട്ട് വരാം. ഈ സ്വിച്ച് ബോർഡൊക്കെ ഫ്രണ്ടിലെങ്ങാണ് കൊണ്ടുവച്ചൂടെ? ചുമ്മാ മനുഷ്യനെ ചുറ്റിക്കാൻ. സെക്യൂരിറ്റി അണ്ണം വന്നപ്പോഴേ പുള്ളിയുടെ ഫ്യൂസ് ഊരി. ഇനി ഇവിടുത്തെ ഫ്യൂസ് ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കുമെന്നോ?
ഇതിൽ കൂടെ പോയ ഫ്ലാറ്റിന്റെ പിന്നിലിറങ്ങും വാ. ഇത് ഇറങ്ങിട്ട് തീരുന്നില്ല. ആ പറച്ചിലെന്താ കാര്യമായിട്ട് എടുക്കണ്ട. പിടിച്ച എസ് ഐ ആന്നൊക്കെ പറയും. പണിയെടുത്ത നമ്മളല്ലേ. ആകെ അവസ്ഥയാണെന്ന്. സാറേ 2 മിനിറ്റിനുള്ളിൽ വരത്തില്ലേ? ആടോ വന്നോണ്ടിരിക്കാതെ ഇപ്പൊ എത്തും. എന്നാ ഞാൻ ഫോണിൽ ടൈമർ നോക്കുക. സാറ് വന്നില്ല, അയാളെ ഞങ്ങളെ കൊല്ലും. എത്ര ഫോൺ വെക്ക്. ശരി, ഇപ്പൊ വരും. ബ്രോ ആ ഫോണും തരോ? അത് വൈഫിനൊന്ന് വിളിക്കട്ടെ. ഇത്ര പ്രശ്നത്തിലാണ് നിനക്ക് നിന്റെ ഭാര്യയോട് സൊള്ളണമല്ലേ? രക്ഷപ്പെട്ടെന്ന് പറയാൻ. അയ്യോ സോറി. വിളിച്ചു. ഹലോ രക്ഷപ്പെട്ടടി. അവർ നിന്നെ വിട്ടോ? നീ ഇപ്പൊ എവിടാ? എക്സാക്ട് ലൊക്കേഷൻ എനിക്കറിയില്ല. ബാക്കിയൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ആ പാപ്പയുടെ തലക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. ആ പാപ്പിയില്ലേ, അവനിപ്പോ എങ്ങനെയുണ്ട്? അയാളെ രക്ഷപ്പെട്ടു. അയാളെ രക്ഷപ്പെട്ടു. അവനിത് എവിടെ പോയി? അപ്പോൾ എങ്ങനെ ബ്ലേഡ് പോലെ? ആ സർ, ഉടനെ പിടിക്കാം സർ. ഓക്കെ ശരി സാറേ. ആ പാപ്പി ആശുപത്രിയിൽ ചാടി ഇയാളുടെ ഭാര്യ പറഞ്ഞു. അത് നിങ്ങൾ പേടിക്കണ്ട. സിറ്റി മൊത്തം എന്തായാലും പോലീസാണ്. ഇന്ന് തന്നെ പൊക്കോനാ. അതുവരെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? നിങ്ങൾ വീട്ടിലോട്ട് പോകണം. അയാൾ അങ്ങോട്ട് വന്നാലോ? നിന്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞത്? ആ സൊസൈറ്റിയുടെ അപ്പുറത്ത് മാനപ്പുഴ വീട്. ഓക്കെ, പ്രൊട്ടക്ഷൻ ആളെ വിട്ടേ കേട്ടോ. എന്തായാലും വീട്ടിലോട്ട് പോകും. നിങ്ങൾ വീട്ടിലേക്കല്ലേ? ഞാനും വീട്ടിലേക്ക് കേട്ടോ. താങ്ക് യു. സ്റ്റേ സേഫ് കേട്ടോ. പോവാ. നീ നിന്റെ വീട്ടിൽ പോകുന്നില്ല? ഇവിടെ എന്തും കണ്ടിൻ്റെ ആയിട്ടാണ്. പ്രൊട്ടക്ഷൻ നിന്റെ വീട്ടിലല്ലേ, അങ്ങോട്ട് പോകുമ്പോ. അപ്പൊ ശരി. ഹലോ അണ്ണാ, ഞാൻ അപ്പുണ്ണിയാ. അണ്ണൻ ചാടിയല്ലേ? ഞാൻ അറിഞ്ഞ്. എവിടെ പോയി കിടക്കുവായിരുന്നടാ? അവൻ എത്ര മണിയാ വിളിച്ച്? അവൻ എന്ത് ചെയ്യും? പോലീസ് പിടിച്ച്. എപ്പോ? എങ്ങനെ? അണ്ണൻ്റെ തലയടിച്ച് പൊളിച്ചില്ല ഒരുത്തൻ. അവനെ നമ്മൾ ട്രാക്ക് ചെയ്ത് നമ്മുടെ ഫ്ലാറ്റിൽ ചെന്ന്. പക്ഷെ അമ്മ നമ്മുടെ ബ്ലേഡിൻ്റെ കാതിൽ പിടിച്ച് ലിഫ്റ്റിട്ട് പൊട്ടി പോലീസിന് വിളിച്ചു കൊടുത്ത്. അണ്ണനിപ്പോൾ അവിടെ. അണ്ണൻ സൂക്ഷോ, പോലീസുകാരെ മുട്ട സ്കെച്ചാണ് ഇട്ടേക്കണേ. എന്നിട്ട് അവന്മാര് പോകുന്നുണ്ട്. അതെ, അധികം വൈകണ്ടട്ടാ. പെട്ടെന്ന് ബാഗൊക്കെ അങ്ങോട്ട് പാക്ക് ചെയ്തോ. എന്തിനാ? ഓക്കെയുണ്ട്. ആ ശരിയാ, നമ്മുടെ 5ാം ക്ലാസ് മുതലുള്ള ആഗ്രഹമല്ലേ? ആഗ്രഹമല്ല, രക്ഷപ്പെടണ്ടേ. അടുത്ത ഇടി വന്നതിന് മുമ്പ് പെട്ടെന്ന് പോവാ. നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്ന? പോലീസുകാരൻ പറഞ്ഞില്ലേ പ്രൊട്ടക്ഷൻ ആളെ വിടാന്ന്. അല്ല, പ്രൊട്ടക്ഷൻ എന്തേ? അതെ, പ്രൊട്ടക്ഷൻ വന്നു. പ്രൊട്ടക്ഷൻ എന്താണ് എങ്ങനെ ഇരിക്കണേ? ഇതാരാന്നറിയോ? പോലീസുകാരനല്ലേ? ഇതാ തോട്ടപ്പാപ്പി. പെട്ടെന്ന് വന്നല്ലോ.
അടുത്ത് തന്നെ പോകുന്നുണ്ടോ? എന്റെ പാപ്പി നല്ല പോച്ചിലുണ്ടല്ലേ, എനിക്ക് തോന്നി. ഇവനാണ് ആ കൂടെ ഉണ്ടായിരുന്ന മണ്ണുണ്ണി. സാറാ പുണ്ണി. ആ പുണ്ണി സാറേ, ഇത് അവൻ തന്നെയാ. എവിടാ എവിടാ എവിടെ? അവൻ ഇനി നോക്കണ്ട സാറേ, ആ പുണ്ണി ഇപ്പോഴും പുറത്തുണ്ടല്ല. നിങ്ങൾക്കൊക്കെയുള്ള പണി വണ്ടി പിടിച്ചാണെങ്കിലും വീട്ടിൽ വരും കേട്ടാ. അതെ, യാത്ര പോവല്ലേ, കൈ കാശ് വല്ലതും ഉണ്ടാ? കാശാ? കാർഡുണ്ടല്ലോ, സ്വൈപ്പ്. എത്ര വേണേലും ചിലവാക്കിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്? ഡാഡി. പക്ഷെ കേരളപ്പിറവിക്ക് പോലും കേരളത്തെ കാലത്തില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പൊളിക്കടാ, പൊളിക്കാം. ചിരിച്ച് ഉപ്പാട് തുടങ്ങി. കളക്കട് എപ്പിസോഡ് അടിപൊളി. പക്ഷെ എന്റെ മോനെ ചിരിപ്പിച്ചൊരു വഴിയാക്കി മനുഷ്യൻ. കൊള്ളാം. ചേടാ കൊറേ നാൾക്ക് ശേഷം കരിക്കിട്ട് കിടിലൻ എപ്പിസോഡ്. കൊള്ളാം, കലകിട്ടുണ്ട്. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് വിഷ്ണു എന്റർടൈൻമെന്റ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം.